You are not paying for the product, then you are the product. നമ്മൾ ആരും ഒരു ഫീയും കൊടുത്തിട്ടല്ല വാട്സപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പൈസ കൊടുത്ത് യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ആരാണ്? നമ്മളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പൈസയൊന്നും കൊടുക്കുന്നില്ലെങ്കിൽ അവിടെ ആക്ച്വലി നമ്മൾ തന്നെയാണ് പ്രൊഡക്റ്റ്. നമ്മളെ വെച്ച് എങ്ങനെയാണ് ഒരു കമ്പനി ബിസിനസ് ചെയ്യുന്നത്? അതിനുള്ള എക്സാമ്പിൾ ആണ് വാട്സാപ്പ്. നമ്മൾ നോർമലി വാട്സാപ്പ് യൂസ് ചെയ്യാൻ ഒരു പൈസ പോലും ഇതുവരെ കൊടുത്തിട്ടില്ല. പക്ഷേ നമ്മൾ വാട്സാപ്പ് യൂസ് ചെയ്യുന്നതിലൂടെ ഈ ഒരു കമ്പനി വേൾഡിലെ തന്നെ ടോപ്പ് ലെവലിലോട്ട് വളർന്നു കഴിഞ്ഞു. അപ്പോൾ ആരാണ് വാട്സാപ്പിന്റെ റിയൽ കസ്റ്റമേഴ്സ്? ഇതിന്റെ പിറകിലുള്ള ബിസിനസ് എന്താണ്? എങ്ങനെയാണ് വാട്സാപ്പ് ഇത്രയും വളർന്നു വന്നത്? ഇപ്പോൾ ഒരു ദിവസം എണീറ്റ് കഴിഞ്ഞാൽ വാട്സപ്പ് അമ്മമാരുടെ ഗുഡ് മോർണിംഗ് മുതൽ രാത്രി 5 ഗുഡ് നൈറ്റ് വരെ വാട്സപ്പ് നമ്മളെ കൂടെ തന്നെയുണ്ട്. ഇപ്പൊ ലോകത്തിലെ ഏതൊരു വ്യക്തിയുമായിട്ടും നമുക്ക് ഈ ഒരു വാട്സപ്പിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പൊ ഇതിലൂടെയൊക്കെ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും ഓഡിയോ കോൾ ആയിട്ടും വീഡിയോ കോൾ ആയിട്ടും അതും പോരാഞ്ഞിട്ട് സ്റ്റിക്കർ ഇട്ട് വെറുപ്പിച്ചും നമ്മൾ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ പല ബന്ധങ്ങളും ചേർത്ത് നിർത്തുന്നത് ഈ ഒരു വാട്സപ്പിലൂടെയാണ്. ഇപ്പോൾ ഇനി ബന്ധങ്ങൾ ചേർത്ത് നിർത്താൻ മാത്രമല്ല, ബന്ധങ്ങൾ ഇല്ലാതാക്കാനും പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും വാട്സപ്പിന് പറ്റുന്നുണ്ട്. ഇനിയുള്ള ചോദ്യങ്ങൾ, നമ്മൾ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ വാട്സപ്പിന് ഇതുവരെ പൈസയൊന്നും കൊടുത്തിട്ടില്ല. വാട്സപ്പിൽ ഇതുവരെ ഒരു ആഡും റൺ ചെയ്തിട്ടില്ല. അപ്പൊ എങ്ങനെയാണ് ഈ വാട്സപ്പ് വർക്ക് ചെയ്യുന്നത്? ഇത്രയും വലിയൊരു കമ്പനി വർക്ക് ചെയ്യുന്നതിന് അവർക്ക് ചെലവുണ്ടായിരിക്കും, അവർക്ക് പ്രോഫിറ്റ് വേണം. അപ്പൊ ഇതെങ്ങനെയാണ് വളർന്നു വന്നത്? ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് നമുക്കൊരു ഏണിംഗ് വരണം എന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ യൂസർ പൈസ കൊടുക്കണം, ഒരു സബ്സ്ക്രിപ്ഷൻ മോഡൽ, പൈസ കൊടുത്താലേ ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കൺസെപ്റ്റ് വേണം. അല്ലെങ്കിൽ ഒരു ആഡ് റൺ ചെയ്യണം. ഈ ഫേസ്ബുക്കിലൊക്കെ ആഡ് പോകുന്നത് പോലെ നമുക്ക് ആഡ് വരും. അതായത് എന്തെങ്കിലും ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് സെൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ആഡ് യൂസറിന് കാണിച്ചു കൊടുക്കും. ഇതും അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും ഡാറ്റ വേറൊരു കമ്പനിക്ക് വിൽക്കണം. ഈ 3 കാര്യങ്ങളും ഇപ്പോൾ വാട്സപ്പിൽ നടക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ വാട്സപ്പ് എങ്ങനെയായിരിക്കും ഇതിൽ നിന്നൊരു ലാഭം കണ്ടെത്തുന്നത്? അപ്പോൾ ഇത് പറയണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഈ വാട്സപ്പിൻ്റെ ഹിസ്റ്ററിയിലോട്ട് പോകണം. എങ്ങനെയാണ് ഈ വാട്സപ്പ് വളർന്നു വന്നത്? 2009 യാഹു എന്ന കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ബ്രയാൻ ആങ്ടണും ജാൻ ക്വീൻ ഇവരെ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തു. റിസൈൻ ചെയ്തതിന് ശേഷം ഇവർ ട്വിറ്ററിലും ഫേസ്ബുക്കിലും ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. പക്ഷെ അവിടെ നിന്ന് ഇവർ റിജക്റ്റ് ആവുകയാണ്. അപ്പൊ അതിനുശേഷം സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലെത്തി. അപ്പൊ അങ്ങനെയാണ് അവർക്ക് ഒരു ആശയം കിട്ടുന്നത്, നമുക്ക് ആൾക്കാർക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്താലോ എന്ന്. അങ്ങനെ ഒരു ഫസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തു. അതിന്റെ പേരായിരുന്നു വാട്സാപ്പ്. ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുവന്ന സമയത്ത് ഈ ഒരു ഫൗണ്ടേഴ്സ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാമത്, ഈ ഒരു ആപ്ലിക്കേഷൻ ഒരു ആഡ്സും റൺ ചെയ്യില്ല. അതുപോലെ തന്നെ യൂസേഴ്സിന് ഡാറ്റ വളരെ സേഫ് ആയിരിക്കും, എങ്ങോട്ടും ഷെയർ ചെയ്ത് കൊടുക്കില്ല. അപ്പോൾ തുടക്കത്തിൽ ഈ ഒരു വാട്സാപ്പിൽ ജസ്റ്റ് സ്റ്റാറ്റസ് മാത്രം ഷെയർ ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ എവിടെയും നിൽക്കുകയാണെങ്കിൽ ജസ്റ്റ് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ പോസ്റ്റ് ചെയ്യും, അത് ബാക്കിയുള്ള ആൾക്കാർ കാണാനൊക്കെ പറ്റും. പിന്നീടാണ് പരസ്പരം ടെക്സ്റ്റ് മെസ്സേജ് അയക്കാനുള്ള ഒരു ഓപ്ഷൻ വന്നത്. ലോകത്തുള്ള ഏതൊരാൾക്കും നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റും ഫ്രീ ആയിട്ട്. അപ്പോൾ അതായിരുന്നു യൂസേഴ്സിനെ വാട്സപ്പിലൂടെ ആകർഷിക്കാനുള്ള പ്രധാന കാരണം. അപ്പോൾ ആ സമയത്ത് മൊബൈലിൽ നോർമൽ ടെക്സ്റ്റ് മെസ്സേജ് അയക്കാൻ നമ്മൾ പൈസ കൊടുക്കണമായിരുന്നു. അപ്പോൾ ഇത് ഫ്രീ എന്നുള്ളൊരു ഓപ്ഷൻ വന്ന സമയത്ത് ഒരുപാട് യൂസേഴ്സ് ഈ ഒരു വാട്സപ്പിലോട്ട് ആകർഷിക്കപ്പെട്ടു. അപ്പോൾ ഇവരുടെ ഉദ്ദേശം യൂസേഴ്സിന് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റി കൂടി ഒരു ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നൊരു മെന്റാലിറ്റി ആയിരുന്നു. അപ്പോൾ തുടക്കത്തിൽ യൂസേഴ്സിൽ നിന്ന് ഒരു പൈസയും വാങ്ങാതെയാണ് ഈ വാട്സപ്പ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ തുടക്കത്തിലുള്ള ഈ ഒരു ചെലവ് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ അവരുടെ ഫ്രണ്ട്സ് അതിലൂടെ ഇൻവെസ്റ്റ് ചെയ്ത് അവരെ സഹായിക്കുകയൊക്കെ ഉണ്ടായി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ യൂസേഴ്സിന്റെ എണ്ണം കൂടി. അപ്പോൾ ആ സമയത്ത് നമുക്ക് വലിയ സെർവർ വേണ്ടി വരും, ഡാറ്റാബേസ് വലുതാക്കേണ്ടി വരും. അപ്പം അതിന് ചിലവുണ്ട്, പൈസ വേണം. അപ്പം അങ്ങനെയാണ് അവർ മന്ത്ലി ഒരു സബ്സ്ക്രിപ്ഷൻ പ്ലാൻ കൊണ്ടുവരുന്നത്. ഒരു യൂസർ ഇയർലി $1 പേ ചെയ്യണം. നമ്മുടെ ചാനലിൽ IT ഫീൽഡിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ട്യൂട്ടോറിയൽസും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് പഠിക്കുമ്പോൾ എന്ത് വന്നാലും സംശയങ്ങളൊക്കെ വരാം. ഈ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ 1 month സപ്പോർട്ട് നമ്മുടെ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ Brototype.com എന്നുള്ള വെബ്സൈറ്റ് കയറിയിട്ട് ഈ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളൊരു ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് എൻ്റർ ചെയ്യിപ്പിക്കും. ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഡൗട്ടുകൾ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ ഓൺലൈനിൽ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇവിടെ വന്ന് നമ്മുടെ ടീമിൻ്റെ കൂടെ നമ്മുടെ ഇരുന്ന് വർക്കൗട്ട് ചെയ്യുന്ന ഒരു ബ്രോക്യാമ്പ് എന്നുള്ള പ്രോഗ്രാമും കൂടെ ഉണ്ട്. ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. നിങ്ങൾ ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളായാലും IT ഫീൽഡിലോട്ട് കരിയർ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൗകര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അതുപോലെ ഈ നമ്പറുകളിലും കോൺടാക്ട് ചെയ്യുക. അങ്ങനെ ആ ഒരു ഫീ കൊണ്ടുവന്നതിന് ശേഷം ഒരുപാട് യൂസേഴ്സ് ആ ഫീ പേ ചെയ്തിട്ടാണ് വാട്സപ്പ് യൂസ് ചെയ്തത്. പക്ഷേ ഇത് എല്ലാ രാജ്യത്തും ഈ ഒരു ഫീ ആപ്ലിക്കബിൾ ആയിരുന്നില്ല. ചില കൺട്രീസിൽ ഫ്രീ ആയിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഫീ അടച്ചില്ലെങ്കിലും നമുക്ക് വാട്സപ്പ് യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. കാരണം ഇതൊരു കമ്പൽസറി ഫീ ആയിരുന്നില്ല. പക്ഷെ എന്നാലും ഈ ഒരു യൂസേഴ്സ് ഫീ കൊടുത്തിട്ടായിരുന്നു വാട്സപ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ കമ്പനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ഏണിംഗ് ഒക്കെ വരാൻ തുടങ്ങി. ഇനി 2011 ഈ ഒരു വാട്സപ്പിന്റെ ബിസിനസ് പ്ലാൻ എന്ന് പറയുന്നത് പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുക, കൂടുതൽ യൂസേഴ്സിനെ ഇതിലോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസർ ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാ യൂസറിലോട്ട് എത്താൻ തുടങ്ങി.
ഫാമിലീസിന്റെ ഇടയിലും ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ ഷെയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ യൂസേഴ്സിന്റെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ വരും. അപ്പോൾ ആ കാര്യത്തിൽ ഇവർ വിജയിക്കുകയും ചെയ്തു. അതായത് വാട്സപ്പിന്റെ യൂസേഴ്സിന്റെ എണ്ണം കൂടി. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് വിചാരിച്ചു, ഇത് നല്ലൊരു ആപ്ലിക്കേഷനാണ്, ഒരുപാട് യൂസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, നല്ലൊരു ഭാവിയുണ്ട് എന്നൊരു മെന്റാലിറ്റിയിൽ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് നല്ലൊരു എമൗണ്ട് ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയുണ്ടായി. ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് വെച്ചിട്ടാണ് പിന്നെ വാട്സപ്പ് വളർന്നുകൊണ്ടിരുന്നത്. പക്ഷെ നമുക്കറിയാം വാട്സപ്പിൽ ഇതുവരെ ആഡ്സ് റൺ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ $1 എന്നുള്ള ഫീ മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു വരുമാനം കൊണ്ട് നമുക്കൊരു ഇൻവെസ്റ്റേഴ്സിന് പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. അതായത് ക്വാളിറ്റി മാത്രം പോരല്ലോ, ഒരു ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചൊരു പ്രോഫിറ്റ് കിട്ടണം. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഫൗണ്ടേഴ്സ് അവരുടെ നിലപാടിൽ ഉറച്ചു നിന്നു. അതായത് ആഡ് റൺ ചെയ്യാൻ പറ്റില്ല, യൂസേഴ്സിന് ഡാറ്റ സെല് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെയാണ് 2014 ഫേസ്ബുക്ക് വാട്സപ്പ് വിലയ്ക്ക് വാങ്ങുന്നത്. $19 ബില്യൺ സക്കർബർഗ് വാട്സപ്പ് വാങ്ങുന്നത്. നമുക്കറിയാം ഈ ഒരു വാട്സപ്പ് അധികം ഒന്നും വരുമാനം ഉണ്ടാക്കുന്നില്ല, അത്രയൊന്നും പ്രോഫിറ്റ് ഇല്ല. പിന്നെ എന്തിനായിരിക്കും ഫേസ്ബുക്ക് വാട്സപ്പിനെ വാങ്ങിയത്? ഈ വാട്സപ്പിന്റെ വളർച്ച ഫേസ്ബുക്കിനെ പേടിപ്പിച്ചിരുന്നു. വാട്സപ്പ് ഫേസ്ബുക്കിനേക്കാൾ വളർന്നു പോകുമോ എന്നുള്ള പേടിയായിരുന്നു സുക്കർബർഗ് വാട്സപ്പിനെ വാങ്ങാനുള്ള കാരണം. ഇപ്പൊ ഈ ഫേസ്ബുക്ക് വാട്സപ്പ് വാങ്ങുന്ന സമയത്ത് ആ സ്ട്രിക്ട് റൂൾസ് അതുപോലെ തന്നെ നിലനിർത്തുമെന്ന് ഇവർ വാക്ക് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ബ്രെയിൻ ആങ്ടണും ജാൻ കോനും വാട്സപ്പിൽ തന്നെ ഒരു എംപ്ലോയി ആയിട്ട് അവർ തുടർന്ന് പ്രവർത്തിച്ചു. അപ്പൊ സെയിം ചോദ്യം, സക്കർബർഗ് എന്തിനായിരിക്കും ഈ $19 ബില്യൺ ഈ ഒരു വാട്സപ്പ് വാങ്ങിയത്? എന്ത് ബിസിനസ് മുന്നിൽ കണ്ടിട്ടായിരിക്കും? അപ്പൊ യൂസേഴ്സ് ഡാറ്റയ്ക്ക് വളരെ വലിയൊരു മൂല്യം ഉണ്ടെന്ന് മൂപ്പർക്ക് മനസ്സിലായി. അപ്പൊ അത് വെച്ചെങ്കിൽ ബിസിനസ് ചെയ്താലോ എന്നാണ് ആൾ വിചാരിച്ചത്. അപ്പൊ ഈ ഒരു ഡാറ്റ വാട്സപ്പുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ ചെറിയ രീതിയിൽ ഈ വാട്സപ്പ് യൂസർ ഡാറ്റ ഫേസ്ബുക്കുമായിട്ട് ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ പല വിഷയങ്ങളും ന്യൂസുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ബ്രയാൻ ആങ്ടണും ജാൻ കോനും സുക്കർബർഗുമായിട്ട് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. അവസാനം അവർ വാട്സപ്പ് വിട്ടിറങ്ങി. അങ്ങനെ വാട്സപ്പിന്റെ ആ ഒരു $1 ഫീ എടുത്ത് കളഞ്ഞു, ടോട്ടലി ഫ്രീ ആക്കി. പക്ഷെ വീണ്ടും ക്വസ്റ്റ്യൻ വന്നു, അതായത് ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺ കൊടുക്കണമല്ലോ. അങ്ങനെ 2018 വാട്സപ്പ് ബിസിനസ് എന്നുള്ള ആശയം കൊണ്ടുവരുന്നത്. അതായത് ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി വാട്സപ്പ് യൂസ് ചെയ്യുന്ന രീതിയിൽ ഫീച്ചേഴ്സ് വന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു യൂസർ ഒരു കമ്പനിയുമായിട്ട് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് ഓട്ടോമാറ്റിക് ഒരു റെസ്പോൺസ് നമുക്ക് വാട്സപ്പിൽ നമുക്ക് കിട്ടും. അപ്പൊ ഇത് ചെയ്യുന്നത് വാട്സപ്പ് ബിസിനസ് ക്ലൗഡ് API വെച്ചിട്ടാണ്. അതായത് ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, എനിക്കൊരു ഹോട്ടൽ ബുക്കിംഗ് ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഒരു ദിവസം നമ്മുടെ മഷൂദ് ഒരു റൂം ബുക്ക് ചെയ്തു. ബുക്ക് ചെയ്തതിന് ശേഷമുള്ള പേയ്മെന്റ്, അതിന്റെ ബുക്കിംഗ് ഡീറ്റെയിൽസ് എല്ലാം എനിക്ക് വാട്സപ്പിൽ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ആ ഒരു ദിവസം കഴിഞ്ഞു. ഇപ്പോൾ ആ ഒരു റൂമിലോ അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തോ നമ്മളൊരു ആപ്ലിക്കേഷൻ ഓഫർ കൊടുക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി മഷൂദ് നമ്മുടെ കസ്റ്റമർ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ ഓഫർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും മഷൂദിനെ കൊണ്ട് നമുക്കൊരു റൂം ബുക്ക് ചെയ്യിപ്പിക്കാം. ഞാൻ വീണ്ടും ഈ ഒരു ഓഫർ ഡീറ്റെയിൽസ് മഷൂദിന്റെ വാട്സപ്പിലോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ മഷൂദ് ഈ വാട്സപ്പ് മെസ്സേജസ് കാണും. അപ്പൊ ഓക്കെ, ഓഫർ ഉണ്ട്, ഒന്നും കൂടെ ബുക്ക് ചെയ്തേക്കാം നാളെ എന്നൊരു മെന്റാലിറ്റി വരും. ഇതൊരു മാർക്കറ്റിംഗ് ആണ്. എന്റെ ബിസിനസ് പറ്റിയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വാട്സപ്പിലോട്ട് അയക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ഒരു യൂസർ ഇത് പെട്ടെന്ന് കാണാനും ഇത് അപ്രോച്ച് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കമ്പനീസ് ഈ വാട്സപ്പ് ബിസിനസ് ക്ലൗഡ് API ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിലൂടെ നമ്മുടെ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും യൂസേഴ്സിന്റെ വാട്സപ്പിലോട്ട് ഒരു മെസ്സേജ് അയക്കാൻ നമുക്ക് പറ്റും. അപ്പൊ അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി റിപ്ലൈ തരുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ വാട്സപ്പ് ബിസിനസ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ക്ലൗഡ് API ഇന്റഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് ആ ബിസിനസ് അവർക്ക് കാശ് കൊടുക്കണം. എന്നാൽ മാത്രമേ ആ API നമ്മളൊരു ആപ്ലിക്കേഷൻ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ രീതിയിലാണ് ഇപ്പോൾ വാട്സപ്പ് ഒരു ഏണിംഗ് ഉണ്ടാക്കി വരുന്നത്. ഇനി അതിനുശേഷം 2020 വാട്സപ്പ് പേയ്മെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വാട്സപ്പ് പേയ്മെന്റിലൂടെ നമുക്ക് ഏതൊരു യൂസറിനും പൈസ അയച്ചു കൊടുക്കാം. അപ്പോൾ ഈ അയച്ചു കൊടുക്കുന്ന ഇതിൽ ഒരു കമ്മീഷൻ വാട്സപ്പിന് കിട്ടും. അപ്പോൾ ഈ വാട്സപ്പ് ബിസിനസ്സും വാട്സപ്പ് പേയ്മെന്റുമാണ് പ്രധാനമായി ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഫീച്ചേഴ്സ്. കണക്കനുസരിച്ച് 2018 വാട്സപ്പിന്റെ റവന്യൂ എന്ന് പറയുന്നത് 3600 കോടിയായിരുന്നു. പിന്നെ 2021 ആയപ്പോൾ 6500 കോടിയാക്കി മാറ്റാൻ ഇവർക്ക് പറ്റി. ഈ ലേറ്റസ്റ്റ് 2022 7500 കോടിയാണ് ഇവരുടെ വാർഷിക റവന്യൂ. ഇത്രയൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തൊരു കണക്കനുസരിച്ച് ഇതൊരു വലിയ പ്രോഫിറ്റബിൾ ആയിട്ടില്ല. കാലക്രമേണ അതൊരു വലിയൊരു പ്രോഫിറ്റബിൾ ആയുള്ള കമ്പനിയായി മാറിയേക്കാം. ഇപ്പോൾ 2023 ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വാട്സപ്പിൽ ഒരു പുതിയ ഫീച്ചർ വന്നിട്ടുണ്ട്, ചാനൽ ക്രിയേറ്റ് ചെയ്യാനുള്ള. അതായത് ഇപ്പോൾ ഏതൊരു ആൾക്കൊരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് അവരുടെ കാര്യങ്ങൾ ആൾക്കാർക്ക് മുന്നിൽ എത്തിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫീച്ചർ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ചാനൽ ഫോളോ ചെയ്യാം, ചാനൽ വരുന്ന കാര്യങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫീച്ചർ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇത് എത്രത്തോളം ഇനി വളർന്ന് വലുതാവും എന്നുള്ളത് നമുക്ക് ഇനി കണ്ടറിയാം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് വാട്സപ്പിന്റെ ചരിത്രത്തെ പറ്റിയും അതുപോലെ തന്നെ വാട്സപ്പിന്റെ പിറകെയുള്ള ബിസിനസ് മോഡലിനെ പറ്റിയാണ്. അപ്പോൾ ഈ വീഡിയോനെ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.